വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെജിത്തങ്കു ആൻഡ് യു വാച്ചിങ് തെജിത്തങ്കു ഡയറീസ്. ഇന്ന് നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ക്രിയേറ്റീവ് കാര്യം ഞാൻ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞിട്ടില്ല. സോ ആസ് യൂഷ്വൽ ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വെറൈറ്റി റിയാക്ഷൻസ് നമുക്ക് കാണാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ബാക്കത്തെ വോള് കണ്ടില്ലേ, ഈ വോളിൻ്റെ രൂപവും ഭാവവും മൊത്തം ഞാൻ മാറ്റാൻ പോവാണ്. സോ ആക്ച്വലി നമ്മളിന്ന് ചെയ്യാൻ ഒരു വോൾ ഡെക്കറാണ്. സംഭവം എൻ്റെ വീട്ടിൽ മൊത്തം വൈറ്റ് വാൾസ് ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു തോന്നലായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടാന്ന്. അങ്ങനെ കാട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം ഒക്കെ വാൾ സ്റ്റിക്കേഴ്സ്. ഒരു കാലത്ത് എനിക്ക് അതായിരുന്നു ക്രേസ്. പക്ഷേ ഇപ്പോൾ ഞാൻ വളർന്നു, ഞാൻ കുറച്ച് അപ്ഗ്രേഡഡ് ആയി. അതുകൊണ്ട് ഇത്തവണ ഞാൻ പോസ്റ്റേഴ്സ് വെച്ചിട്ടാണ് വാൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 300 താഴെയുള്ളൂ, വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. സോ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് പോസ്റ്റേഴ്സ്. ഇതിൻ്റെ കുറേ നമുക്ക് കിട്ടും. പോസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ വാൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിവേസ് ഞാൻ ഒട്ടിക്കാൻ വന്ന പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് 4ഉം സെറ്റ് ഓഫ് 5ഉം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സെറ്റ് ഓഫ് 4ൻ്റെ 4 എണ്ണവും സെറ്റ് ഓഫ് 5ൻ്റെ 4 എണ്ണവും. അപ്പോൾ ഞാൻ ആദ്യത്തെ റോ ഇപ്പം ഞാൻ സെറ്റ് ഓഫ് 4, ദെൻ സെറ്റ് ഓഫ് 5, ദെൻ സെറ്റ് ഓഫ് 4, ദെൻ സെറ്റ് ഓഫ് 5, അങ്ങനെ മൊത്തം 8 റോസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇവിടേക്ക് എത്താനാകുമ്പം ഞാൻ ഈ പൂമ്പാറ്റിനെയൊക്കെ എടുത്ത് കളയും. ഓക്കെ, അപ്പോൾ ഞാൻ ആ സമയത്ത് കളയാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടിൽ ഇവിടം വരെ. അപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സെറ്റ് കാണിച്ചു കേട്ടോ. സെറ്റ് ഓഫ് 5 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 4 ആണ്. മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് ഒട്ടിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ ആ ഒരു വൈബ് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഒട്ടിക്കാൻ നല്ല ആഗ്രഹമുള്ളതാണ് ഇത്. കാരണം ഇതില് ഈ ഗേൾസിന്റെ ഹെയർ നോക്ക്, എന്ത് രസമാണ്. ഈ ഇയറിൽ എനിക്ക് ഇതുപോലെ നല്ല സിൽക്കി ആൻഡ് ഷൈനി ഹെയർ വേണമെന്നാണ് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെയർ നല്ലോണം ഡാമേജ് ആവും. അതുപോലെ ഹെയർ ഫോൾ ഒക്കെ എനിക്ക് വരലുണ്ട്. സോ ഈ ഹെയർ ഫോൾ മാറാൻ വേണ്ടിയിട്ട് ഞാൻ DIYs ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. മേത്തി ദാന, അതുപോലെ റോസ്മേരി ഒക്കെ. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്തായിട്ടാണ് അറിഞ്ഞത് റോസ്മേരി ആക്ച്വലി ഹെയറിന് ഭയങ്കര നല്ലതാണ്. മുന്നോട്ട് എനിക്കിത് അറിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മാമാഅർത്തിന്റെ റോസ്മേരിന്റെ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് അതൊരു ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു എക്സ്പേർട്ട് ആണ്. ലൈക്ക് നല്ലപോലെ റെഡ്യൂസ് ചെയ്യും നമ്മുടെ ഹെയർ ഫോൾ. ആൻഡ് ഈ മാമാഅർത്ത് ബ്രാൻഡ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ ഗുഡ്നസ് അവരുടെ പ്രോഡക്ട്സിൽ മാത്രമല്ല, ആ ഒരു ബ്രാൻഡും അത് എപ്പോഴും മെയിൻറ്റെയിൻ ആൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. മാമാഅർത്തിന്റെ റോസ്മേരി ഷാമ്പൂ നമ്മുടെ ഹെയർ ഫോൾ 93% വരെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഈ ഷാമ്പൂ നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. സോ എനിക്കൊരു ലോങ് ടേം റിസൾട്ടിന് വേണ്ടി ഞാൻ ഈ ഷാമ്പൂ തന്നെ എന്തായാലും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു ഹെയർ വേണം. സോ മാമാഅർത്തിന്റെ ഷാമ്പൂ യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് മാമാഅർത്തിന്റെ റോസ്മേരി കണ്ടീഷണർ കൂടെ. ബിക്കോസ് ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് മുടിനെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ആവുന്ന സെറ്റിൽ ചെയ്യണമെങ്കിൽ കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യണം. ആൻഡ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഡീടാങ്കിൾ ചെയ്യണം നമ്മുടെ ഹെയറിനെ. അല്ലാതെ മൊത്തം അപ്ലൈ ചെയ്ത് പുറത്ത് വന്നിട്ട് ചിപ്പ് വെച്ച് നമ്മുടെ മുടിനെ അപ്ലിക്കേഷൻ പാർട്ടിൽ തന്നെ നമ്മൾ ഡീടാങ്കിളിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. സോ ഈ ഒരു അമേസിംഗ് പ്രോഡക്റ്റ് മാമാഅർത്തിന്റെ വെബ്സൈറ്റിൽ കിട്ടും, mamaearth.in. ആൻഡ് എന്റെ കൂടെ TJ Diaries 2025 യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് മാമാഅർത്തിന്റെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പം ഞാൻ ഇതുപോലത്തെ ഹെയർ ഞാൻ എൻ്റെ തലയിൽ തന്നെ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. സോ നമുക്ക് ബാക്കി സാധനങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങാം. ഗൈസ്, അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എല്ലാത്തിൻ്റെ ബാക്കിലും ആ സ്റ്റിക്കേണ്ട സാധനം ഒട്ടിച്ചു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഭാഗ്യത്തിന് ചേച്ചിയൊന്നും ഉറങ്ങിയിട്ടില്ല. സാധാരണ ചേച്ചിക്ക് പെട്ടെന്ന് ഉറങ്ങുന്നതാണ്. ഒട്ടിക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാൻ ഏതോ ഒരു ഗ്രൂപ്പ് എടുത്തു. അയ്യോ പശ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഓൾഡ് റേഡിയോ. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇത് കറക്റ്റാണോ? ഞാൻ അടുത്തത്
ഗൈസ് ഞാൻ വിചാരിച്ച സാധനമൊന്നുമില്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്. 4-5 സെറ്റ് എന്നല്ല വിചാരിച്ച്. ഇപ്പം ഞാൻ 5 സെറ്റ്, 4 സെറ്റ്, ദെൻ എൻഡിൽ 3 സെറ്റായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ സെയിം പാറ്റേണിലുള്ള ഒന്നുകൂടെ തപ്പി. അപ്പോൾ എനിക്ക് ഈ സാധനം ഒട്ടിച്ചാൽ രസമുണ്ടാവും തോന്നുന്നു, പക്ഷെ എനിക്കൊരു ഉറപ്പില്ല. ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഒരു 2 എണ്ണം കൂടെ ഇങ്ങനെ വെച്ചാലോ, എന്നാൽ ഒരു ഷാർപ്പ് സാധനം കൂടെ കിട്ടും. വെക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് സെറ്റും കൂടെ കണ്ടുപിടിച്ചു. എന്താ അത്? ലാസ്റ്റ് ഈ റൂം മൊത്തം താവോ? ഞാനത് ക്ലോസ് ആയിട്ട് കാണിച്ചിടാം എങ്ങനെയുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വോൾ ഡെക്കർ. ആക്ച്വലി ഇത് എന്താ ഇതിനെ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഇത് രസമുണ്ടോയെന്ന് പോലും എനിക്കിപ്പം മനസ്സിലായി. എനിക്ക് പ്രോസസ്സ് ആവുന്നില്ല അതൊന്നും. അപ്പോൾ നമുക്ക് ആദ്യം ചേച്ചീനെ വിളിക്കാം. അത്ര നേരമായിട്ട് ഞാൻ അവളെ റൂമിൽ കേട്ടിട്ടില്ല. ചേച്ചി, ചേച്ചി ഞാൻ ഇത്ര നേരം ആ റൂമിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നു. എന്തോ ക്രാഫ്റ്റ്. ശരി, വരൂ. വാ വാ വാ. അയ്യോ, ശരി വാ. ഇങ്ങോട്ടൊന്നും തിരിയുമോ? ഇത് വൃത്തികേടായിട്ടുണ്ട്. ഇനി പെയിന്റ് അടിക്കണം എന്നൊക്കെ പറിച്ചു കളയില്ലേ? എപ്പോഴാ ഇനി പെയിന്റ് അടിക്കണ? പെയിന്റ് ഇപ്പോഴൊന്നും അടിക്കൂലല്ലോ. അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണ്ടേ? ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? എക്സ്പ്രഷൻ നിങ്ങൾക്ക് വേണം. ശരി, നോക്കിയിട്ട് പറ ശരിക്കും എങ്ങനെ ഉണ്ട് അമ്മയ്ക്ക്. ഇത് ഞാൻ ഈ ഒരു വൈബ് അല്ലാത്തോണ്ട് എനിക്ക് അറിയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സിനിമയിലും പാട്ടിലൊക്കെ. എടി, ഇതൊക്കെ 80s വൈബ് വരുന്ന വെറുതെ എന്തൊക്കെയാണ്. ഇതിനകത്തുള്ള ആൾക്കാർ പോലും ആരാ നിനക്ക് അറിയില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. അമ്മ അറിഞ്ഞ? ശരി, ഞാൻ ഇത്ര നേരം റൂമിൽ എന്ത് ചെയ്യണമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ അറിഞ്ഞോ ഞാൻ റൂമിൻ്റെ ഉള്ളിലാണെന്ന്? അറിയില്ലടാ, എന്താണ് നോക്കട്ടെ. വാ വാ. എന്താ വിളിക്കുക? എന്താടാ? എന്താ ഇവിടെ? അവിടെ പുറകോട്ട് നോക്കൂ. ഉള്ള സ്റ്റിക്കറേ എടുക്കാൻ വഴിയില്ല ഇവിടെ. അല്ല, ഇത് എന്ത് സ്റ്റിക്കറാണത്? എസ്തെറ്റിക് വൈബ്. അപ്പോൾ നല്ല രസം ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വീഡിയോയിലൊക്കെ. എന്താ ചുമര് മൊത്തം നോക്ക്. നിന്റെ റൂമിൽ എവിടെയും ചുമര് ബാക്കിയുണ്ടോ? എന്തിനാ ബാക്കി ചുമര്? പെയിന്റ് അടിക്കുന്നില്ലല്ലോ ഇപ്പോഴൊന്നും. ഇതിപ്പോൾ 10 കൊല്ലമായി വീട് കിട്ടിയിട്ട്. പെയിന്റ് അടിക്കും നാളെ പണ്ട് ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പം പിന്നെ ഇരുന്നോട്ടെ. എങ്ങനെയുണ്ട് നോക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. വാവ്, ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? അടുത്ത വീഡിയോയിൽ ഇത് കണ്ടില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? കഷ്ടപ്പെട്ടതല്ലേ നീ? കഷ്ടപ്പെട്ടതല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടോണ്ടാണോ ഇഷ്ടപ്പെട്ട്? അല്ലാണ്ട് ഇപ്പൊ എന്താ പേര് ഇഷ്ടപ്പെടാനുള്ളത്? എന്ത് രസമുള്ളത്. കൊറേ തുണ്ട് പേപ്പർ കൊട്ടിച്ചു വെച്ച തലയില്ല, വാലില്ല. കൊറോണത്തിൽ തലയില്ല, കൊറോണത്തിൽ ഉടലില്ല, ഇതിൽ കാലില്ല. നന്നായിട്ട് ബാക്കിൽ ഫോൺ എന്താ വെച്ചാൽ എന്താ ടേപ്പ് റെക്കോർഡ്. ഇതേ കണ്ടുള്ളൂ. ഇത് കാല് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉടലില്ല. മറ്റേ തല ഉടലുണ്ട്, തലയില്ല. എഫേർട്ടല്ലേ? ഗൈസ്, ഇവരെല്ലാവർക്കും ആർട്ട് എന്താണെന്ന് അറിയാത്തതാണോ അതോ ഞാൻ ഈ ചെയ്ത് വെച്ചത് കുളവായതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് പറയണം. കാരണം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവർ രണ്ടാളുടെ റിയാക്ഷൻ കൂടെ കണ്ടപ്പോൾ എന്തതെന്ന് എനിക്കും തോന്നുന്നു. ശരി,
ബൈ ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയില്ല. ബൈ.